ഓക്കെ, ഞങ്ങളുടെ ജിമ്മിൽ വിസിറ്റ് ചെയ്ത മിക്കവരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ജിമ്മിൽ ഈ പറഞ്ഞ വൈറ്റ് ടീം അല്ലെങ്കിൽ യെല്ലോ ടീം. അതോടൊപ്പം മിക്കവരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ വോൾസിലൊന്നും നമ്മുടെ ഭിത്തിയിലൊന്നും ബോഡി ബിൽഡേഴ്സിൻ്റെ ഫോട്ടോസ് ഇല്ല, അല്ലെങ്കിൽ മോട്ടിവേഷൻ കോഴ്സ് ഇല്ല. അത് റീസെൻ്റായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. കുറേ ബോഡി ബിൽഡേഴ്സിൻ്റെ ഫോട്ടോസ് നമ്മൾ ഭിത്തിയിലോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കുറേ മോട്ടിവേഷൻ കോഴ്സ് ഒക്കെ ഭിത്തിയിൽ വെക്കുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മുടെ ഗോൾസ് എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കണം. ഒരു ഫിറ്റ്നസ് പേഴ്സൻ്റെ ഫോട്ടോ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നണം അത് ഒരു ദിവസം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കാരണം നമ്മൾ ഈ പണ്ട് കാലങ്ങളിലെ ജിമ്മിലൊക്കെ, ഓൾഡ് സ്കൂൾ ജിമ്മിലൊക്കെ ഈ റോണി കോൾമാൻ്റെയും അർണോൾഡ് ഷ്വാസ്നഗറുടെയും ജയ് കട്ലറുടെയും ഒക്കെ ഫോട്ടോസ്, ഫുൾ സൈസ് ഫോട്ടോസൊക്കെ ഫ്ലെക്സ് അടിച്ച് വെക്കുമായിരുന്നു. ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ മിക്ക ക്ലയൻസും പേടിച്ച് പിന്മാറുന്ന ഒരു സിറ്റുവേഷൻ പണ്ട് കാലങ്ങളുണ്ടായിരുന്നു. ഈ മോട്ടിവേഷൻ കോഴ്സോ ബോഡി ബിൽഡേഴ്സിൻ്റെയോ ഫോട്ടോസോ വീഡിയോസോ ഇല്ലെങ്കിലും ഞങ്ങളുടെ ഭിത്തിയിൽ ധാരാളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കോട്ട് കാണും. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം വർക്കൗട്ട് കഴിഞ്ഞ് മിക്കവരും അവരവരുടെ വർക്കൗട്ട് കഴിഞ്ഞ് അതേ മെഷീൻസിൽ ഇട്ടേച്ച് പോകുന്ന ഒരു സംവിധാനം. എല്ലാ ജിമ്മിലെ പോലെ തന്നെ നമ്മുടെ ജിമ്മിലും ഒത്തിരി ആളുകളുണ്ട് വർക്കൗട്ട് കഴിഞ്ഞ് റീറാക്ക് ചെയ്യുന്നില്ല. അപ്പം അവരുടെ കണ്ണിപ്പെടാൻ വേണ്ടി ധാരാളം നോട്ടീസ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഞങ്ങൾ അടിച്ചു വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. മിക്ക ക്ലയൻസും വിചാരിച്ച് വെച്ചേക്കുന്നത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശവും റീറാക്ക് ചെയ്ത വെയിറ്റ് ഊരി വെക്കുക എന്നുള്ളത് ട്രെയിനേഴ്സിൻ്റെ ജോലിയായിട്ടാണ് മിക്ക ക്ലയൻസും കണ്ടേക്കുന്നത്. നിങ്ങൾക്ക് ട്രെയിനിങ് തരിക അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് തരിക എന്നുള്ളൊരു ജോലി മാത്രമാണ് ട്രെയിനേഴ്സായിട്ടുള്ള ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇത് എടുത്ത് തിരിച്ചു വെക്കുക എന്നുള്ളത് അവരുടെ ജോലിയിൽ വരുന്ന കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രെയിനേഴ്സിന് നിങ്ങളെപ്പോലെ തന്നെ ധാരാളം ആൾക്കാരെ അറ്റ് എ ടൈം വർക്കൗട്ട് ചെയ്യുകയും ട്രെയിനിങ് ചെയ്യിക്കേണ്ടതും ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ അടിക്കുന്ന വെയിറ്റുകൾ നിങ്ങൾ തന്നെ ഊരി വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളോട് പറഞ്ഞ് മടുക്കുമ്പോഴാണ് നമ്മളെപ്പോലെ ഗതികെട്ട് ഈ പറഞ്ഞ പോലെ ജിമ്മ് മൊത്തവും കുറേ നോട്ടീസ് ബോർഡ് അടിച്ചു വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ജിമ്മിൽ മൊത്തത്തിൽ ഈ ഫ്ലോറിൽ നിറച്ചും ഒരു 7-8 നിയർലി ഒരു 10 പോസ്റ്ററെങ്കിലും റീറാക്ക് യുവർ വെയ്റ്റ്സ്, ട്രെയിനേഴ്സ് ആർ നോട്ട് യുവർ സ്ലേവ്സ് എന്ന് പറയുന്ന സ്ലോഗൻ ആയിരിക്കും മൊത്തത്തിൽ ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് നിങ്ങളുടെ കണ്ണ് എവിടെ എത്തുന്നോ അവിടെ ഈ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജിം മിറേഴ്സ് അതെപ്പോഴും നീറ്റായിട്ട് നിർത്തണമെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന ധാരാളം സ്റ്റാഫുകൾ നമ്മുടെ ഈ ജിമ്മിൽ തന്നെ ഉണ്ട്. ഈ ജിം മിറർ എത്രത്തോളം നീറ്റായിട്ടിരിക്കുന്നു അത്രയും പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പം പോസിംഗ് റൂട്ടീന് വേണ്ടി ജിം മിറർ യൂസ് ചെയ്യുക. അതല്ലാതെ അതേ പോയി ചാരി നിൽക്കാനോ കൈവെള്ളം കൊണ്ട് പിടിക്കാനോ ചുമ്മാ ആവശ്യമില്ലാതെ അതേ കൊണ്ട് റബ് ചെയ്യാനോ നിൽക്കല്ലേ. സോ ഇതിനെല്ലാം മെയിൻ്റെനൻസ് അത്യാവശ്യം നന്നായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ആളുകളും നമ്മുടെ ജിം മെഷീൻസിലെ ഇൻസ്ട്രക്ഷൻ മാനുവല്, അതുപോലെ തന്നെ കോഷൻ നോട്ടീസ്, ബ്രാൻഡിങ് സ്റ്റിക്കർ, ഇവയെല്ലാം ഇളക്കി കളയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ഒരു മോശം പ്രവണതയാണ്. കാരണം അത് ജിമ്മിൽ വരിക, ഫിറ്റ്നസ് നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജെന്റിൽമാൻ ഗെയിമാണ്. അങ്ങനെയുള്ളപ്പം നിങ്ങൾ ഒരു കാരണവശാലും ജിമ്മിലെ മെഷീൻസിനെയോ അല്ലെങ്കിൽ ജിം എക്യുപ്മെൻറ്റ്സിനെയോ ഡാമേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അവകാശമില്ല. സോ ഈ സ്റ്റിക്കർ ഇളക്കി കളയുന്നതും ഇൻസ്ട്രക്ഷൻസും പെയിൻറ്റും ഒക്കെ ഡാമേജ് വരുത്തുന്നത് പ്രവണത ഉണ്ടെങ്കിൽ നിങ്ങളത് പൂർണ്ണമായിട്ടും നിർത്തണം. സോ ജിം എന്ന് പറഞ്ഞാൽ ഹൈജീന് 101% പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പ്രിമിസസ് ആണ് ഇത്. അതുകൊണ്ട് ഇനിയും ഈ ജിമ്മെന്നല്ല എല്ലാ ജിമ്മിലെ ക്ലയൻസും ഒരു മിനിമം ഒരു ഹെൽത്ത് കൺസേൺ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ജിമ്മിൻ്റെ പോസിറ്റീവ് സൈഡിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. സോ ഹൈജീൻ ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതിനെ ഒരാളല്ല എല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയെങ്കിലേ ആ ജിമ്മിലെ വെൽനസ് ഹൈജീൻ പ്രോട്ടോകോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടി എല്ലാവരും കൂട്ടായ പരിശ്രമം അത്യാവശ്യമാണ്.